എല്ലാവരും ഇങ്ങോട്ട് നോക്കി. അപ്പോ ഈ സിന്ധു കൃഷ്ണയുടെ അച്ഛനായിട്ടുള്ള വ്യക്തി ഇടക്കാലത്ത് മരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം സിന്ധു കൃഷ്ണയുടെ അമ്മ ഒറ്റയ്ക്കായി, അല്ലെ? അവര് ഒറ്റയ്ക്കൊരു വീട്ടിലായ അവസ്ഥയിലാണ്. മിന്നണ സാരി എടുത്തോണ്ട് മൂക്ക് കണ്ണാടി വെച്ച് ചന്തി കുലുക്കി നടന്നോണ്ടൊന്നും അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ഞാൻ എന്തായാലും ഇങ്ങനെ ദിവസങ്ങൾ എണ്ണി ഇരിക്കുകയാണ് മക്കളെ എന്റെ കുട്ടികളെ കാണാൻ. കാരണം എനിക്ക് കാര്യമില്ല. നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ എലിക്കുട്ടിയെ. നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്. എല്ലാ മക്കളെ എന്തായാലും അനുവിന്റെ അപ്പൂപ്പൻ പോയി അന്ന് തൊട്ട് ഞാൻ ഒറ്റയ്ക്കായി. ഒക്കെ ഒരു ജാതി അലവലാദികളാണ്. ഒരു ചുരിദാറും വലിച്ചു കയറ്റി കൂളിംഗ് ഗ്ലാസും വെച്ച് പ്രായം മറന്നുള്ള നിങ്ങളുടെ ഈ നടപ്പ് നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുക അലവലാദിയ. അല്ല മക്കളെ, നിങ്ങള് വന്ന് നിങ്ങളെയൊക്കെ കാണുമ്പോ ഒരു പക്ഷെ എന്റെ വീട്ടിൽ നോക്കി കുറഞ്ഞു കിട്ടുമെന്ന്, കുഞ്ഞുങ്ങളെ കാണുമ്പോ കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും. മതി, എനിക്കത് മതി. അമ്മ കൂടി അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. വരുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. അമ്മൂമ്മ വിഷമിക്കണ്ട. ഓക്കെ, എന്തായാലും കുഞ്ഞിനെ കാണാൻ നോക്ക്. കാത്തിരുന്ന് പോയടാ. കോയിന്നുംകുട്ടി, നീ നന്നാവില്ല. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ? നീ ചിരിച്ച് നന്നായിട്ടിരുന്നാലല്ലേ. എനിക്ക് അമ്മൂമ്മ ആദ്യം കരയാതെ ചിരിച്ചിരിക്കുക, അതാവുമ്പോ നമുക്കും സന്തോഷാവും കേട്ടാ. ഇനി അമ്മൂമ്മ വിഷമിക്കണ്ട. ചത്താലും നീ പുഴുത്തേശാവൂ, ഓർമ്മിച്ചോ? ചത്താലും നീ പുഴുത്തേശാവൂ. രണ്ട് പാവങ്ങളെ ദ്രോഹിച്ചതിന് നിനക്ക് കിട്ടിയ കൂലിയത്. ചത്താലും നീ പുഴുത്തേശാവൂ. തൻവിയുടെ വീഡിയോ കാണാൻ. നമ്മുടെ തൻവി എല്ലാവർക്കും അറിയാലോ, ഇവരുടെ കസിൻ, ഒരു റിലേറ്റീവ്സ് ഒക്കെയാണ് തൻവി. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. എന്നെ കുഞ്ഞിലെ മുതലേ എന്റെ അപ്പൂപ്പൻ അമ്മൂമ്മയാണ് വളർത്തിയത്. ഞാൻ മാസം അങ്ങോട്ട് പൈസ അയച്ചു കൊടുക്കുമെന്ന്. ആണുങ്ങളെ കണ്ട് പഠിക്കച്ചാ ഒരു 3 ഏത്തപ്പഴെടുത്ത് അവന്റെ ഉണ്ണാക്കി തിരികെ കയറ്റിക്കൂടെ. ഈ കുട്ടിയുടെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും അല്ല കുട്ടി ചെയ്യുന്നത്, കുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കാനഡയിലെങ്ങാണ്ടാണ് തൻവി. അപ്പോ തൻവി സ്വന്തം ജോലി വരെ വിട്ടിട്ടാണ് അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകുന്നത്, അല്ലെ? സ്വന്തം സമ്പാദ്യം, തനിക്ക് കിട്ടുന്ന സമ്പാദ്യം, ജോലി കാര്യങ്ങളെല്ലാം വിട്ടിട്ട്, താൽക്കാലികമായിട്ട് വിട്ടിട്ടാണ് നാട്ടിലെ അമ്മൂമ്മയുടെ അടുത്ത് പോകുന്നത്. അപ്പൊ ഇങ്ങനെ തന്നെ വേണം. ഇനി ഞാൻ സിന്ധു കൃഷ്ണയുടെ കമന്റ് ബോക്സിലോട്ടൊന്ന് പോവാം. കണ്ടോ, നിങ്ങളുടെ അമ്മ എവിടെ? അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തൂടെ? ഗോ ആൻഡ് ടേക്ക് ഗുഡ് കെയർ ഓഫ് യുവർ മദർ. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ല. ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ജന്മത്ത് നന്നാവില്ല. താങ്ക് യു ഫാദർ.